ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ ഒറ്റപ്പാലം പേരൂരാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മോഡേൺ തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 7500 സ്ക്വയർ ഫീറ്റിൽ ബേസ്മെൻറ്റ്, ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈറ്റ് എല്ലാം ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നമ്മൾ RR വർക്ക് കൊടുത്തിട്ടുണ്ട്. RR വർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒരു ലെവലും നെക്സ്റ്റ് സെക്കൻഡ് ലെവലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ ഇത് കോളം ബീം കൺസ്ട്രക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ 60 സെൻറ്റിമീറ്ററിലും കോളത്തിലോട്ട് നമ്മൾ റോഡ് 8 mm റോഡ് ഡ്രില്ല് ചെയ്ത് കയറ്റിയതിന് ശേഷമാണ് ബ്രിക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ കോളത്തിൻ്റെ കോർണർ സൈഡിലും മെഷ് വെച്ചിട്ട് ഡബിൾ പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ക്രാക്ക് ഉണ്ടാവില്ല. അപ്പോൾ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇൻറ്റേർണലി ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിങ് കട്ടിങ് കഴിഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൻ്റെ പൈപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്ലാസ്റ്ററിങ് വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ മോറോവർ നമ്മുടെ ഇൻറ്റീരിയർ എല്ലാം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യൽ സ്റ്റേജസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിങ് എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇൻറ്റീരിയർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ ചെയ്യുകയാണെങ്കിൽ അധികം അഡീഷണൽ വർക്ക് വരില്ല. അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റിനും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റ് ഒരുപാട് ഏരിയ വരുന്നത് കാരണം കൊണ്ട് നമുക്ക് AC ഒക്കെ കൊടുക്കുന്നത് വളരെ ചാലഞ്ചിങ് ആണ്. ബിക്കോസ് നമ്മുടെ ഇതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഫുൾ ഗ്ലാസ് ഫ്രെയിമഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എലിവേഷനെ ബാധിക്കാത്ത രീതിയിൽ വേണം ഇതിൻ്റെ കോൺഡ്യൂട്ടിങ് എല്ലാം ചെയ്യാൻ. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.